നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര വിമർശനത്തിൽ തിരുത്തൽ വേണമെന്ന ഗവർണറുടെ ആവശ്യം തള്ളി സർക്കാർ. തിരുത്തൽ വേണമെന്നാവശ്യപ്പെട്ട് പ്രസംഗം ഗവർണർ തിരികെ അയച്ചു. എന്നാൽ തിരുത്തൽ വരുത്താതെ തന്നെ സർക്കാർ പ്രസംഗം മടക്കി അയച്ചു. തിരുത്തിയില്ലെങ്കിലും നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാനാണ് ഗവർണറുടെ തീരുമാനം. നാളെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. പുതുവർഷ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ആരംഭിക്കുന്നതാണ് പതിവ്. മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളുണ്ട്. എന്നാൽ പ്രസംഗത്തിലെ ഈ ഭാഗത്ത് തിരുത്തൽ വേണമെന്നായിരുന്നു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നിലപാട്. ഇക്കാര്യം അറിയിച്ച് ഗവർണർ പ്രസംഗം തിരിച്ചയച്ചു. എന്നാൽ പ്രസംഗത്തിലെ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ തിരുത്താൻ സർക്കാർ കൂട്ടാക്കിയില്ല. തിരുത്തൽ വരുത്താതെ തന്നെ ഇന്നലെ പ്രസംഗം ലോക്ഭവനിലേക്ക് മടക്കി അയച്ചു. തന്റെ ആവശ്യം സർക്കാർ നിരാകരിച്ചെങ്കിലും മന്ത്രിസഭ തയ്യാറാക്കി നൽകിയ പ്രസംഗം പൂർണ്ണമായും വായിക്കാനാണ് ഗവർണറുടെ തീരുമാനം. സർക്കാരിന്റെ നയങ്ങളും നിലപാട് നിശ്ചയിക്കാനുള്ള അവകാശം മന്ത്രിസഭയ്ക്കാണെന്ന വിലയിരുത്തലാണ് തീരുമാനം. ഗവർണർ മുഴുവൻ വായിച്ചാലും ഇല്ലെങ്കിലും പ്രസംഗം പൂർണ്ണമായും സഭാരേഖകളുടെ ഭാഗമാകുമെന്നതാണ് ചട്ടം. ഇതും ഗവർണറുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗവർണറായ ശേഷം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സംസ്ഥാന നിയമസഭയിൽ നടത്തുന്ന രണ്ടാമത്തെ നയപ്രഖ്യാപനമാണ് നാളെ നടക്കാൻ പോകുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.